ഫസ്റ്റ് നമുക്ക് എൻ്റെ ലവ് സ്റ്റോറിയിലേക്ക് തുടങ്ങാം. ഈ പ്രണയകഥ നടക്കുന്ന 2020 കൊറോണ സമയമാണ്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഫേസ്ബുക്ക് എടുത്താണ് കേട്ടോ ഞാൻ. അതിൽ നമ്പറുണ്ടായിരുന്നു. ഞാനല്ല തുടങ്ങിയത്. ഫേസ്ബുക്ക് എനിക്കൊരു അനിയത്തി തുടങ്ങി തന്നെ. നമുക്ക് അറിഞ്ഞൂടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടായിരുന്നു ഫേസ്ബുക്കിൽ നമ്പറുള്ളത്. അത് മാറ്റി. പക്ഷേ ആൾ മെസ്സേജ് അയക്കുമായിരുന്നു ഫേസ്ബുക്കിൽ. പിന്നെ അല്ലാതെ വാട്സപ്പിൽ വരുമായിരുന്നു. അപ്പം ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് വേറെ നമ്പറിൽ നിന്ന് വെച്ചാൽ എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം മതി, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വിളിച്ച്. പിന്നെ എപ്പോഴും എനിക്കത് ഓർമ്മയില്ല തിരിച്ചെപ്പോഴാണ് വിളിച്ച് മെസ്സേജ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നേരിട്ട് വന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. ഫോണിൽ കൂടെ ആണെങ്കിൽ ഇഷ്ടമുണ്ടെന്നോ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളി തുടങ്ങി, കോളിങ്. കൊറോണ സമയമല്ലേ, വീട്ടിൽ അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ചേച്ചി ഹസ്ബൻഡൊക്കെ സംശയം തോന്നി തുടങ്ങി. എൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം, എനിക്ക് തകരാറ്. അങ്ങനെ പിന്നെ ചിങ്ങ കാണാൻ തീരുമാനിച്ചു. ചിങ്ങ കണ്ടു. തലേന്ന് പിടിച്ച് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയ സമയത്ത് ഈ ഫോണൊക്കെ ബിസി, കുഞ്ഞു ഫോണാണ് അമ്മേരെ കൊണ്ട് ബിസി. അങ്ങനെ അവർക്ക് സംശയമൊക്കെ തോന്നി, പിടിച്ച്. ആരോ കണ്ട്, നമ്മൾ ചിങ്ങ കണ്ടത് ആരോ കണ്ട് അങ്ങനെ പറഞ്ഞ് ചിങ്ങം പിറ്റേന്ന് ചേട്ടനിവിടെ വിളിച്ചു വരുത്തി. അമ്മ ആദ്യം ഒരു അടി കൊടുത്ത്, അത് കഴിഞ്ഞ് ചേട്ടനൊക്കെ കൊടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നോക്കി വെച്ച് നിനക്ക് അവനെ വേണം. അപ്പോൾ 15 വയസ്സ്, എനിക്ക് ഓർക്കണം, 15 വയസ്സ്. അപ്പോഴേ എനിക്കെന്ത് പറയണം, ഇവിടെ വെച്ച് കണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ് ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടേന്ന്. ചേട്ടൻ ബന്ധമില്ലാത്ത എന്തൊക്കെ പറഞ്ഞു. ക്ഷേത്രത്തിൽ വന്നു പറഞ്ഞാൽ ഇല്ല, സ്കൂളിൽ വെച്ച് കണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. എവിടെ വെച്ച് നമ്മൾ കണ്ടതെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ വന്ന ലുക്കാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഏജിലുള്ള പിള്ളേരും മുടി ഫെമ്മടിക്കും, ചുരുണ്ട മുടി. ചേട്ടൻ ഒരു മുണ്ടും ടീഷർട്ടും ആയിരുന്നു. എന്നുവെച്ചാൽ അന്നത്തെ ചേട്ടൻ്റെ മുഖം ഇപ്പോൾ ഉള്ള മുഖം പോലെ ഇല്ലായിരുന്നു. കുഞ്ഞു മുഖം, എന്നാൽ പെട്ടെന്ന് കണ്ട അഡിക്റ്റ്. പക്ഷേ ചേട്ടൻ അപ്പോഴും സിഗരറ്റ് വലിക്കുമായിരുന്നു കേട്ടോ. അത് ഞാൻ നിർത്തിച്ച്. അങ്ങനെ ആ ഒരു ഇതിൽ വന്നതായിരുന്നു. പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കും വേണ്ടെന്ന് പറയാം. കാരണം 15 വയസ്സ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ അടി കിട്ടി. ചേട്ടൻ്റെ ഘട്ടം കഴിഞ്ഞു, അടുത്ത എൻ്റെ ഘട്ടമായി. എന്നെ എടുത്തിട്ട് അടിച്ച് ഞാൻ വീണ്. കൈ നല്ല എനിക്ക് പണി കിട്ടി. ഇടത് കൈ എനിക്ക് ചെന്ന് വീണ് നീരടിച്ച് ആശുപത്രി കൊണ്ടുപോയില്ല. എനിക്ക് നല്ല വേദനയായി. 2-3 ദിവസം നീരടിച്ചിരുന്നിട്ടാണ് അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ താഴത്തെ 2-3 വീട്ടിൽ ആൻറ്റിമാരൊക്കെ അറിഞ്ഞായിരുന്നു. അവിടെ പോയപ്പം ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞിട്ട് കേട്ടില്ല, നല്ല പോലെ തല്ലു കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ തല്ലു കൊടുത്ത് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. അതിന് ഇല്ല ഡോക്ടറെ, ചെയ്യല്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്ത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു അമ്മ. പിന്നെ അവിടെ നിന്ന് ഇപ്പോഴും എൻ്റെ ഇടത് കൈ നീരുണ്ട് കേട്ടോ അതിൻ്റെ. അങ്ങനെ പിന്നെ +1 അലോട്ട്മെൻറ്റ് ഒന്നും നോക്കിയില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് പോലും ഞാൻ നോക്കിയില്ല. കാരണം അവർ കൊണ്ടുപോയില്ല. എന്നുവെച്ചാൽ ഇവർ ഈ ടെൻഷനിൽ നടന്ന്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ളതൊക്കെ അറിഞ്ഞ് ആരൊക്കെയോ. അങ്ങനെ അത് പ്രശ്നമായി. ഓരോന്ന് പൊങ്ങി വരെയാണ് ഇടയ്ക്കുന്ന്. നല്ല വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു. പിന്നെ വീട്ടിലാരും മിണ്ടൂല. എൻ്റെ അടുത്ത് അമ്മ മിണ്ടൂല, ചേച്ചി മിണ്ടൂല, ചേട്ടൻ മിണ്ടൂല. വലിയ ചേച്ചിയൊക്കെ വലിയമ്മ മക്കളെടുത്ത് പറഞ്ഞു. അമ്മയും പറഞ്ഞു വലിയമ്മ മക്കൾ ആരും മിണ്ടൂല, വലിയമ്മ മക്കൾ ആരും മിണ്ടൂലെന്ന്. എല്ലാവരും ഞാൻ എൻ്റെ തെറ്റ് ചെയ്ത പോലെയായിരുന്നു. ശരി, പ്രൈവറ്റ് ഓപ്പൺ സ്കൂളിൽ കൊണ്ട് ചേർത്ത്. ഓപ്പൺ സ്കൂളിൽ എൻ്റെ 10ലെ ഗ്രൂപ്പിൽ ചേട്ടൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ. അങ്ങനെയൊക്കെ വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ നമ്പറുണ്ടായിരുന്നു. അവൻ്റെ ചേട്ടൻ, അവനും സെയിം ടൈം ഓപ്പൺ സ്കൂളിൽ അവിടെ തന്നെ കാട്ടാക്കട, അവിടെ വന്ന് പഠിക്കുക. ചേട്ടൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യവും എന്നെ വിളിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ +1 പഠിക്കുമ്പം പിന്നെ ഞാൻ അറിയുന്നത് ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്യും. എന്നെ അടുത്തോളം ചേട്ടൻ്റെ എൻഗേജ്മെൻ്റായി എന്നൊക്കെയാണ് പറഞ്ഞത്. എൻഗേജ്മെൻ്റായി ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ എൻഗേജ്മെൻ്റായി. അപ്പോഴും എൻ്റെ മനസ്സിൽ കാരണം ഇവരെല്ലാം എൻ്റെ അടുത്ത് തള്ളി പറയണം. അപ്പോൾ അയ്യോ ചേട്ടൻ എൻ്റെ അടുത്ത് ഇഷ്ടം കാണുമല്ലാന്ന് കരുതി ഞാൻ പിന്നെ വിളിച്ച് ഞാൻ ഇതുപോലെ പറഞ്ഞ് ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിണ്ടിയിട്ട് ഒരു കുഞ്ഞു ഫോണൊക്കെ കൊണ്ടുവന്ന് അതിന് കുറേ ദിവസം കാണാൻ വന്ന്. പിന്നെ വിളിക്കൂല, അതിനപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ബ്ലോക്കാക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ +1 കഴിഞ്ഞ് +2 എന്തൊക്കെ അപ്പോൾ ഒരു കുഞ്ഞു ഫോൺ വാങ്ങിച്ചു.
അപ്പോഴെൻ്റെ ഫോണില്ല. പിന്നെ ഫോൺ വാങ്ങിച്ചെന്ന് അതിൽ വിളിക്കും. പിന്നെ ഒരു കുഞ്ഞു ടച്ച് ഫോണിൻ്റെ ഉണ്ട്, എനിക്ക് വാങ്ങിച്ചെന്നായിരുന്നു. പക്ഷെ അതിൽ കോണ്ടാക്ട് ചെയ്യില്ല. നമ്മൾ കുഞ്ഞു ഫോണിലാണ് കോണ്ടാക്ട്. ഒരു ഇത്രയേ ഉള്ളൊരു ഫോൺ. അത് പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ, അതില്ലാതായിപ്പോയി. അത് കല്യാണം കഴിഞ്ഞ് അവിടെ കൊണ്ടിട്ടപ്പോൾ ഇല്ലാതായി. അങ്ങനെ വിളിയായി, കോണ്ടാക്ട്. പിന്നെ നമ്മൾ കാണൂല, കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. ഈ ഫോൺ തരാൻ മാത്രം വന്നു. ഇല്ലേ എനിക്കറിയാം ആരെയും കാണും വിഷയമാണ്. നമ്മൾ കറങ്ങാനൊന്നും പോയിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഡി സി ആയപ്പം കല്യാണം ആലോചിക്കുന്ന പരിപാടി തുടങ്ങി. കല്യാണം ചോദിച്ചു കിടക്കായി. ഇതുപോലെ ഇന്നടുത്തുണ്ട് പയ്യൻ, ഈ പയ്യൻ കൊള്ളാം, പയ്യക്കൊള്ളാം, ഹിന്ദു ചെറുക്കന് ഒരിക്കലും കെട്ടിച്ചു വിടൂലെന്ന് ഒളിച്ചോടിപ്പോണെൻ്റെ തലേന്ന് വരെ പറഞ്ഞു. ഉറപ്പിച്ച്. ശരി. ആദ്യം ചേട്ടൻ്റെ വീട്ടുകാരെ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് പേടി, ഇവർ നടത്തൂലെന്ന് തന്നെ പറഞ്ഞു. ഒന്നും നോക്കിയില്ല. ഫെബ്രുവരി 20 ഇറങ്ങിപ്പോയി. രാവിലെ അവിടെ കല്യാണമൊക്കെ ആയിട്ട് നടത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞു, കേസ് കൊടുത്തു, വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു. കുഴപ്പമില്ല. ഒരു 2-3 ആഴ്ചയൊക്കെ, 1 മാസത്തിൽ കൂടുതൽ അമ്മ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് അമ്മ മിണ്ടി. പിന്നെ എല്ലാം ശരിയായി. ഇതാണ് എൻ്റെ പ്രണയകഥ. പിന്നെ DCA പഠിച്ചോളാം. എനിക്ക് 21 വയസ്സ്, ചേട്ടന് 27 വയസ്സ്. 27 28. ഞങ്ങൾ തമ്മിൽ 7 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ചേട്ടൻ 28 വയസ്സായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ലവ് സ്റ്റോറി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞതവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇത്രയുള്ള ലവ് സ്റ്റോറി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സായി, 2000-ലധികം സബ്സ്ക്രൈബേഴ്സായി. വളരെയധികം നന്ദി സപ്പോർട്ട് ചെയ്തേ. ഇനി സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനി ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.